Welcome to Focus Area class. Organic chemistry. Some basic principles and techniques. ഈ ടോപ്പിക്കിലെ ഒന്നാമത്തെ ക്ലാസ്സാണ്. പ്ലസ് വണ്ണിൽ ഓർഗാനിക് കെമിസ്ട്രി 2 ചാപ്റ്റർ ആണ് പഠിക്കാനുള്ളത്. അതിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ്. നമ്മുടെ ഫോക്കസ് ഏരിയ പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് നെയിമിംഗ്. ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ നെയിമിംഗ് എങ്ങനെയാണ്, ഇതാണ് നോമൻക്ലേച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ഫോക്കസ് ഏരിയ ഐസോമെറിസം. മൂന്നാമത്തെ ഫോക്കസ് ഏരിയ ഡിറ്റക്ഷൻ ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ. ഓർഗാനിക് കോമ്പൗണ്ടുകളിൽ പല എലമെൻറ്റുകളും ഉണ്ടാവാം. കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, സൾഫർ, അങ്ങനെ പലതരം എലമെൻറ്റുകൾ ഉണ്ടായേക്കാം. ഈ എലമെൻറ്റുകളെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് കാർബണിനെയും ഹൈഡ്രജനെയും മാത്രമാണ്. ഇപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ടിൽ പ്രസൻ്റ് ആയിരിക്കുന്ന കാർബണിനെയും ഹൈഡ്രജനെയും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഇതാണ് മൂന്നാമത്തെ ഫോക്കസ് ഏരിയ. നാലാമത്തതും ഇത് തന്നെയാണ്, ഡിറ്റക്ഷൻ ഓഫ് അതർ എലമെൻറ്റ്സ്. അതായത് കാർബണും ഹൈഡ്രജനും കൂടാതെ മറ്റുള്ള എലമെൻറ്റുകളും ഓർഗാനിക് കോമ്പൗണ്ടുകളിൽ ഉണ്ടാവാം. നൈട്രജൻ ഉണ്ടാവാം, സൾഫർ ഉണ്ടാവാം. അതിൽ നൈട്രജൻ്റെ ടെസ്റ്റാണ് പഠിക്കാനുള്ളത്, ടെസ്റ്റ് ഫോർ നൈട്രജൻ. ഇനി അടുത്ത ഫോക്കസ് ഏരിയ ഓർഗാനിക് കോമ്പൗണ്ടിലെ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും പേഴ്സൻറ്റേജ് കണ്ടെത്തലാണ്. തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിൽ എത്ര ശതമാനം കാർബൺ ഉണ്ട്, എത്ര ശതമാനം ഹൈഡ്രജൻ ഉണ്ട്, ഇതിനെയാണ് നമ്മൾ എസ്റ്റിമേഷൻ എന്ന് വിളിക്കുന്നത്. ഈ 5 ഫോക്കസ് ഏരിയ ആണ് ഈ ചാപ്റ്ററിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഓരോന്നായിട്ട് നോക്കാം. ഇത് വളരെ വലിയ ചാപ്റ്ററാണ്, ഫോക്കസ് ഏരിയ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ ഫോക്കസ് ഏരിയ നമുക്ക് ചർച്ച ചെയ്യാം, നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഡിസ്കസ് സിസ്റ്റമാറ്റിക് നെയിമിംഗ്, അതാണ് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ നെയിമിംഗ് എങ്ങനെയാണ്, സിസ്റ്റമാറ്റിക് നെയിമിംഗ്. ചില പ്രത്യേക റൂൾസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നെയിമിംഗ് നമ്മൾ നടത്തുന്നത്. ഈ റൂളുകളൊക്കെ ഉണ്ടാക്കിയത് IUPAC ആണ്. നിങ്ങൾക്കറിയാം IUPAC എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി, IUPAC. നോമൻക്ലേച്ചറിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാൻ കഴിയില്ല. അല്പം അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമുക്കറിയണം, 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. ആ ചെറിയ കാര്യങ്ങളൊന്ന് പരിചയപ്പെടാം. ഇപ്പോൾ 1-2 ക്ലാസ്സുകൾ നമുക്ക് നോമൻക്ലേച്ചറിന് വേണ്ടി വരും. എങ്കിലും വളരെയധികം നീണ്ടുപോവാതെ നമുക്കൊന്ന് ചുരുക്കി അവതരിപ്പിക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കൂ. കാർബണും ഹൈഡ്രജനും മാത്രമടങ്ങിയ ഓർഗാനിക് കോമ്പൗണ്ടുകളെ ഹൈഡ്രോ കാർബൺസ് എന്നാണ് വിളിക്കുന്നത്. കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് ഓൺലി കാർബൺ ആൻഡ് ഹൈഡ്രജൻ ആർ നോൺ ആസ് ഹൈഡ്രോ കാർബൺസ്. ഹൈഡ്രജനും കാർബണും മാത്രമടങ്ങിയ ഓർഗാനിക് കോമ്പൗണ്ട്, അതാണ് ഹൈഡ്രോ കാർബൺസ്. ഹൈഡ്രോ കാർബൺസ് പല തരത്തിലുണ്ട്. അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്കൊന്ന് പരിചയപ്പെടാം. വളരെ വിശദമായി എടുക്കുന്നില്ല, അത്യാവശ്യം നമ്മുടെ ഫോക്കസ് ഏരിയ ചർച്ച ചെയ്യാനുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, വിശദമായി നമുക്ക് പിന്നീട് കാണാം. ഹൈഡ്രോ കാർബൺസിൻ്റെ ക്ലാസിഫിക്കേഷൻ.
കൺഫ്യൂഷൻ ആവേണ്ട, വളരെ എളുപ്പത്തിൽ പറയാം. ഹൈഡ്രോ കാർബൺസ് പൊതുവെ 2 ടൈപ്പാണ്. ഓപ്പൺ ചെയിൻ കോമ്പൗണ്ടുകളും ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ടുകളും. എളുപ്പമുള്ള വാക്ക് ആദ്യം വായിച്ചത് മാത്രം. ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ്, ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ട്സ്. ഓപ്പൺ ചെയിൻ, ക്ലോസ്ഡ് ചെയിൻ. ഈ ഓപ്പൺ ചെയിൻ എന്നുള്ളതിന് മറ്റ് ചില പേരുകളുണ്ട്. ഏതൊക്കെയാണ്? അസൈക്ലിക് അല്ലെങ്കിൽ അലിഫാറ്റിക്. ഓക്കെ. ക്ലോസ്ഡ് എന്നുള്ളതിന് മറ്റു ചില പേരുകളുണ്ട്. സൈക്ലിക് എന്ന് പറയാം, റിംഗ് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കാം, റിംഗ്. അപ്പോൾ സൈക്ലിക് അല്ലെങ്കിൽ റിംഗ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ചെയിൻ. അപ്പോൾ ഓപ്പണും ക്ലോസ്ഡും. ഹൈഡ്രോ കാർബൺസ് 2 ടൈപ്പ്. ഏതൊക്കെയാണ്? ഓപ്പണും ക്ലോസ്ഡും. ഓപ്പൺ ചെയിൻ കോമ്പൗണ്ടുകളും ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ടുകളും. ഇനി ഓപ്പൺ ചെയിൻ കോമ്പൗണ്ടുകൾ 2 ടൈപ്പാണ്. സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും. സാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ പൂരിത ഹൈഡ്രോ കാർബണുകൾ. അൺസാച്ചുറേറ്റഡ് എന്ന് പറഞ്ഞാൽ അപൂരിത ഹൈഡ്രോ കാർബണുകൾ. 10ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. സാച്ചുറേറ്റഡ് കോമ്പൗണ്ടുകൾക്ക് എക്സാമ്പിൾ ആൽക്കെയിനാണ്. അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടുകൾക്ക് എക്സാമ്പിൾ ആൽക്കീനും ആൽക്കൈനുമാണ്. ആൽക്കൈൻ, YNE. അപ്പോൾ ANE, ENE, YNE. ആൽക്കെയിൻ, ആൽക്കീൻ, ആൽക്കൈൻ. ആൽക്കെയിനുകൾ സാച്ചുറേറ്റഡ് ആണ്. ആൽക്കീനും ആൽക്കൈനും അൺസാച്ചുറേറ്റഡ് ആണ്. ആൽക്കെയിൻ സാച്ചുറേറ്റഡ് ആണ് ബിക്കോസ് ദേ കണ്ടെയ്ൻ ഓൺലി സിംഗിൾ ബോണ്ട്. സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. ആൽക്കീനിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. ഏതെങ്കിലും 2 കാർബൺ ആറ്റത്തിൻ്റെ ഇടയിൽ ഡബിൾ ബോണ്ട് ഉണ്ടായിരിക്കും. ആൽക്കൈൻ ആണെങ്കിൽ ഏതെങ്കിലും 2 കാർബൺ ആറ്റത്തിൻ്റെ ഇടയിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടായിരിക്കും. അപ്പം ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ വന്നാൽ അൺസാച്ചുറേറ്റഡ് ആണ്. ഓക്കെ. ഇനി ക്ലോസ്ഡ് ചെയിനിൽ ഏതൊക്കെയാണ്? 2 ടൈപ്പാണ്. അലീസൈക്ലിക് കോമ്പൗണ്ടും അരോമാറ്റിക് കോമ്പൗണ്ടും. അലീസൈക്ലിക്കും അരോമാറ്റിക്കും. അലീസൈക്ലിക് എന്നുള്ളതിൽ 2 ടൈപ്പ് ഉണ്ട്. സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും. സാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ ആൽക്കെയിൻ. സൈക്ലിക് ആയതുകൊണ്ട് സൈക്ലോ ആൽക്കെയിൻ എന്ന് വിളിക്കണം. അൺസാച്ചുറേറ്റഡ് ഏതായിരിക്കും? സൈക്ലോ ആൽക്കീനും സൈക്ലോ ആൽക്കൈനും. ഓക്കെ. അരോമാറ്റിക് കോമ്പൗണ്ടുകൾ ഒരു സ്പെഷ്യൽ ടൈപ്പാണ്. അതെന്താണെന്ന് അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. ഇത് 2 ടൈപ്പ് ഉണ്ട്. ബെൻസീനോയിഡ് അരോമാറ്റിക് കോമ്പൗണ്ട് ഉണ്ട്, നോൺ ബെൻസീനോയിഡ് അരോമാറ്റിക് കോമ്പൗണ്ട് ഉണ്ട്. അതൊക്കെ വളരെ വിശദമായി പിന്നീട് നോക്കാം. തൽക്കാലം ഈ ക്ലാസിഫിക്കേഷൻ ഒന്ന് ചെറുതായി നോക്കി വെക്കണം. ഹൈഡ്രോ കാർബൺസ് 2 ടൈപ്പ്, ഓപ്പണും ക്ലോസ്ഡും. ഓപ്പണിൽ 2 ടൈപ്പ്. ഏതൊക്കെ? സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും. സാച്ചുറേറ്റഡിൽ വരുന്നത് ആൽക്കെയിൻ, അൺസാച്ചുറേറ്റഡിൽ വരുന്നത് ആൽക്കീനും ആൽക്കൈനും. സൈക്ലിക്കിൽ വരുന്നത് ഏതൊക്കെയാണ്? അലിസൈക്ലിക്, അരോമാറ്റിക്. അലിസൈക്ലിക്കിൽ ഏതൊക്കെ വരും? സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും. അതായത് സൈക്ലോ ആൽക്കെയിൻ, സൈക്ലോ ആൽക്കീൻ, സൈക്ലോ ആൽക്കൈൻ. അരോമാറ്റിക് എന്നുള്ളതിൽ 2 ടൈപ്പ്. ബെൻസീനോയിഡ് അരോമാറ്റിക് കോമ്പൗണ്ടും നോൺ ബെൻസീനോയിഡ് അരോമാറ്റിക് കോമ്പൗണ്ടും. ഓക്കെ. ഇപ്പോൾ ഹൈഡ്രോ കാർബൺസ് ഒരുപാട് ടൈപ്പ് ഉണ്ട്. ചെറിയൊരു ക്ലാസിഫിക്കേഷനാണ് ഈ കണ്ടത്. ഒന്ന് നോക്കി വെക്കണം. ഓക്കെ. ഈ പദങ്ങളൊക്കെ ചെറിയൊരു പരിചയം വേണം നമുക്ക്. ഇനി നമുക്ക് ആൽക്കെയിനുകളെ ഒന്ന് പരിചയപ്പെടാം. ആൽക്കെയിൻസ്. കാരണം ആൽക്കെയിൻസിൻ്റെ പേരൊക്കെ നമുക്കൊന്ന് അറിയണം. ആൽക്കെയിൻസ് ആർ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺസ് ബിക്കോസ് ദേ കണ്ടെയ്ൻ സിംഗിൾ ബോണ്ട്. സിംഗിൾ ബോണ്ട് മാത്രമേ ആൽക്കെയിൻസിലുള്ളൂ. കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ സിംഗിൾ ബോണ്ടാണ്. ഓക്കെ. അടുത്ത പോയിന്റ് നിങ്ങൾ പഠിച്ചതാണ്. ജനറൽ ഫോർമുല ഈസ് CN. അതായത് N കാർബൺ ഉണ്ടെങ്കിൽ ഹൈഡ്രജന്റെ എണ്ണം എത്രയായിരിക്കും? 2n+2 ആയിരിക്കും. N കാർബൺ ഉണ്ടെങ്കിൽ ഹൈഡ്രജന്റെ എണ്ണം 2n+2 ആണ്. അപ്പോൾ CnH 2n+2. അപ്പോൾ കാർബണിന്റെ എണ്ണം n, ഹൈഡ്രജന്റെ എണ്ണം എത്രയാണ്? 2n+2. വേർ n is the number of carbon atoms. എന്നിൻ്റെ വാല്യൂ എങ്ങനെയാണ് കൊടുക്കുക? 1, 2, 3 അങ്ങനെയാണ്. ഇനി നമുക്ക് നോക്കാം. ഈ എന്നിന് 1 എന്നുള്ള വാല്യൂ കൊടുത്താൽ C1 അല്ലേ? C1
എച്ച് എത്ര വരും? 2 ഇൻറ്റു 1. അപ്പോൾ 2 പ്ലസ് 2. അപ്പോൾ 2 പ്ലസ് 2 4. CH4 ഫസ്റ്റ് മെമ്പറുടെ പേര് കിട്ടി. ഫസ്റ്റ് മെമ്പർ CH4 കേട്ടോ. ഈ ഫോർമുല അപ്ലൈ ചെയ്താൽ നമുക്ക് മെമ്പേഴ്സിൻ്റെ ഫോർമുല കിട്ടും. ജനറൽ ഫോർമുല ഉണ്ടോ? എന്നിന് പകരം 1 എന്ന് കൊടുത്തപ്പോൾ ഒന്നാമത്തെ ആളെ കിട്ടി. 1 എന്ന് കാണിക്കാൻ മെത്ത് എന്നാണ് വിളിക്കുക. മെത്ത് അല്ലേ? പ്രഫിക്സ് എന്ന് പറയും. മുന്നിൽ ചേർക്കുന്നതാണ് പ്രഫിക്സ്. അപ്പം മെത്ത് എന്നാണ് പ്രഫിക്സ്. ആൽക്കേൻ എന്നത് കാണിക്കാൻ ANE എന്ന് കാണിക്കണം. അപ്പം മെത്ത് പ്ലസ് ANE. മെത്ത് എന്ന് എഴുതുക, ANE. അപ്പോൾ മീഥെയ്ൻ. ഇനി എന്നിന് 2 എന്ന് കൊടുത്തു നോക്കൂ. C2. എച്ച് എത്ര വരും? 2 ഇൻറ്റു 2 പ്ലസ് 2. അപ്പോൾ 2 ഇൻറ്റു 2 4. 4 പ്ലസ് 2 6. അപ്പം C2H6 കണ്ടോ? 2 എന്ന് കാണിക്കാൻ എത്ത് എന്നാണ് കാണിക്കുക. എത്ത് ആൽക്കെയിൻ ആണെന്ന് കാണിക്കാൻ ANE. അപ്പോൾ എഥെയ്ൻ അല്ലെങ്കിൽ ഈഥെയ്ൻ. അപ്പോൾ C2H6. അതിനെ എങ്ങനെ എഴുതാം? CH3CH3. ഇങ്ങനെ ചുരുക്കി എഴുതുന്നതിനെ നമ്മൾ കണ്ടൻസർ ഫോർമുല എന്ന് വിളിക്കും. ചുരുക്കി എഴുതുന്നതിനെ കണ്ടൻസർ ഫോർമുല എന്ന് വിളിക്കും. ഇത് 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ ഈ കോമ്പൗണ്ടുകളുടെ പേരുകളൊന്ന് നോക്കി വെക്കണം. ഒന്നാമത്തെ ആൽക്കെയിൻ മീഥെയ്ൻ, പിന്നെ ഈഥെയ്ൻ. 3 എന്ന് കാണിക്കാൻ പ്രൊപ്പാണ്. പ്രൊപ്പെയ്ൻ. 4 എന്ന് കാണിക്കാൻ ബ്യൂട്ടെയ്ൻ. 5 എന്ന് കാണിക്കാൻ പെന്റ്, പ്രഫിക്സ് പെന്റ് ആണ്, പെന്റെയ്ൻ. 6 എന്ന് കാണിക്കാൻ ഹെക്സെയ്ൻ. പിന്നെ അടുത്തത് ഹെപ്റ്റെയ്ൻ, ഒക്ടെയ്ൻ, നൊണെയ്ൻ, ഡെക്കെയ്ൻ. ഇപ്പോൾ 10ാമത്തെ ആൽക്കെയിൻ ഡെക്കെയ്നാണ്. C10H22. ഇതിൻ്റെ കണ്ടൻസർ ഫോർമുല ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രൊപ്പെയിൻ എങ്ങനെ എഴുതും? C3H8. അപ്പോൾ CH3CH2CH3. ഓക്കെ. അപ്പോൾ ആൽക്കെയിൻസിൻ്റെ പേര് നമ്മൾ പഠിക്കണം. ഇങ്ങനെ ചുരുക്കി എഴുതുന്നതിനെ വിളിക്കുന്ന പേരാണ് കണ്ടൻസർ ഫോർമുല, കണ്ടൻസർ സ്ട്രക്ചർ എന്നൊക്കെ വിളിക്കാം. ഓക്കെ. CH4 C2H6 എങ്ങനെ എഴുതാം? CH3CH3. പ്രൊപ്പെയിനെ നമുക്ക് CH3CH2CH3 എന്ന് എഴുതാം. ഓക്കെ. ഈ കാര്യം കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. ഇനി ഒന്നും കൂടെ പരത്തി എഴുതിയാലോ? മീഥെയ്ൻ എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ ഉണ്ട്. കാർബണിന്റെ വാലൻസി 4 ആണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു കാർബൺ 4 ഹൈഡ്രജനുമായി ബോണ്ട് ഫോം ചെയ്തു. കണ്ടോ? 1 2 3 4 സിംഗിൾ ബോണ്ടാണ് അല്ലേ? ഇതാണ് CH4. അപ്പം നമുക്കിങ്ങനെ വിശദമാക്കിയിട്ട് എഴുതാം. എല്ലാ ബോണ്ടുകളും കാണത്തക്ക രീതിയിൽ എഴുതാം. ഇങ്ങനെ എല്ലാ ബോണ്ടുകളും കാണത്തക്ക രീതിയിൽ എഴുതിയാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഗ്രാഫിക് ഫോർമുല ഓർ കംപ്ലീറ്റ് ഫോർമുല. അപ്പം മീഥെയ്ൻ്റെ ഗ്രാഫിക് ഫോർമുല വരയ്ക്കുക. ഇതാണ് മീഥെയ്ൻ്റെ ഗ്രാഫിക് ഫോർമുല. ഈഥെയ്ൻ എങ്ങനെ വരയ്ക്കാം? 2 കാർബൺ ആദ്യം വരയ്ക്കുക. 2 കാർബൺ ആദ്യം വരയ്ക്കുക. തീരെ അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി പറയാം. 2 കാർബൺ വരയ്ക്കുക. കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട്, ഒരു വര. ഇനി കാർബണിന് എത്ര വാലൻസി? 4. അപ്പോൾ 1 2 3 വര ഇടുക. എന്നിട്ട് H എഴുതുക. ഈ കാർബണിൻ്റെ അവിടെയും 1 2 3 ഹൈഡ്രജനെ കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ CH3, ഒരു കാർബണും 3 ഹൈഡ്രജനും, CH3CH3 എന്നിങ്ങനെയാണ് എഴുതിയത്. കണ്ടോ? CH3CH3 എന്നിങ്ങനെയാണ് എഴുതിയത്. പ്രൊപ്പെയിൻ ആണെങ്കിൽ എങ്ങനെയാണ്? 3 കാർബൺ ആദ്യം വരയ്ക്കുക. തീരെ അറിയാത്ത കുട്ടികൾ ഇങ്ങനെ വരച്ച് പഠിക്കണം. 3 കാർബൺ ആദ്യം വരയ്ക്കുക. കാർബൺ ആറ്റങ്ങളുടെ ഇടയിൽ സിംഗിൾ ബോണ്ട് ഇടുക. ഓക്കെ. പിന്നെ വാലൻസി നോക്കി ഹൈഡ്രജനെ കൊടുക്കുക. കണ്ടോ? 1 2 3 4. ഒരു കാർബണിൻ്റെ വാലൻസി 4 ആവണം. 4 വര മാത്രമേ ഒരു കാർബണിന് പറ്റൂ. തെറ്റരുത്. ഇവിടെ എങ്ങനെ? 1 2 ഹൈഡ്രജൻ മതി. പിന്നെ 3 4. കണ്ടോ? കാർബൺ ബോണ്ട്, കാർബൺ ബോണ്ട്. അപ്പോൾ 1 2 3 4. അതുകൊണ്ട് ഇവിടെ CH2 എന്നാണ് വരിക. പിന്നെ അറ്റത്തുള്ളത് CH3. ഉണ്ടോ? അപ്പം വാലൻസി നോക്കിയിട്ട് വേണം നമ്മൾ എഴുതാൻ. ഇതിനെയാണ് ചുരുക്കിയിട്ട് നമ്മൾ CH3 CH2 CH3 എന്ന് എഴുതിയത്. കണ്ടോ? ഇവിടെ എഴുതിയിട്ടുണ്ട് CH3 CH2 CH3. ഓക്കെ.
ഇതുപോലെ ബ്യൂട്ടൈൻ നിങ്ങൾക്ക് എഴുതി നോക്കാം. 4 കാർബൺ വരയ്ക്കുക. പിന്നെ വാലൻസി നോക്കി ഹൈഡ്രജനെ കൊടുക്കുക. കണ്ടോ, 1 2 3 4, 1 2 3 4 എല്ലാ കാർബണിൻ്റെ വാലൻസി 4 ആണ്. അപ്പോൾ CH3 CH2 CH2 CH3 ബ്യൂട്ടൈനെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഇത്തരം ചിത്രങ്ങളെ കംപ്ലീറ്റ് ഫോർമുല അല്ലെങ്കിൽ ഗ്രാഫിക് ഫോർമുല എന്നാണ് വിളിക്കുക. കംപ്ലീറ്റ് ഫോർമുല അല്ലെങ്കിൽ ഗ്രാഫിക് ഫോർമുല. ഇനി ഈ ബ്യൂട്ടൈനെ നമുക്ക് ഇങ്ങനെയൊക്കെ എഴുതാം കേട്ടോ. ഓർഗാനിക് കോമ്പൗണ്ടുകളെ പല രീതിയിലും എഴുതാം. എല്ലാം ഇവിടെ വിശദമാക്കുന്നില്ല, കുറച്ച് മാത്രം പറയാം. CH2 2 അല്ലേ, 2 എന്നുള്ളതിന് നമുക്കൊരു ബ്രാക്കറ്റ് ഇട്ടാലോ. CH2 2. അപ്പോൾ നമുക്കൊരു ബ്രാക്കറ്റ് ഇടാം. പിന്നെ ഒരു CH3 കൂടെ കൊടുക്കാം. ഇനി ഈ ചിത്രങ്ങളൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. CH3 ഉണ്ടോ, CH3, പിന്നെ CH2 എത്ര എണ്ണമാണ്? 2. അപ്പോൾ ആ 2 എന്ന് കാണിക്കാനാണ് ഈ ട്വൈസ് എന്ന് എഴുതിയത്. ഇങ്ങനെ എഴുതിയാൽ ബ്യൂട്ടൈനാണ്. ഇതും ബ്യൂട്ടൈനാണ്, കണ്ടിട്ട് കൺഫ്യൂഷൻ ആവുന്നത് കേട്ടോ. CH3 പിന്നെ CH2 2, പിന്നെ CH3 ഉണ്ടോ. CH3 CH2 2, പിന്നെ CH3. അപ്പോൾ ഇങ്ങനെയും എഴുതാം, ഇങ്ങനെയും എഴുതാം. അങ്ങനെ കോമ്പൗണ്ടുകളെ മാറ്റി മാറ്റി നമുക്ക് വരയ്ക്കാൻ പറ്റും. അതൊക്കെ വിശദമായിട്ട് അടുത്ത ക്ലാസ്സുകളിലൊക്കെ കുറച്ചുകൂടെ പറയാം. എന്തായാലും ഗ്രാഫിക് ഫോർമുല എന്താണെന്ന് പഠിച്ചു. വേറെയും റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ വളരെ വലിയ വിശദമായ ക്ലാസ് അല്ലാത്തത് കൊണ്ട് അതൊന്നും പറയുന്നില്ല. അത്യാവശ്യം വേണ്ടത് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, ശരി. ആൽക്കെയിനുകളെ നമ്മൾ പേരുകളൊക്കെ ഒന്ന് പരിചയപ്പെട്ടു. ആൽക്കെയിൻസിൻ്റെ പേരുകളൊക്കെ ഒന്ന് പരിചയപ്പെട്ടു. ഈ ചെറിയ കാര്യങ്ങളൊന്നും നന്നായിട്ട് നോക്കി വയ്ക്കാം. മീഥെയിൻ, ഈഥെയിൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ, പെൻറ്റെയിൻ, ഹെക്സെയിൻ, ഹെപ്റ്റെയിൻ, ഒക്ടെയിൻ, നോണെയിൻ, ഡെക്കെയിൻ. 11ാമത്തെ ആൽക്കെയിനെ നമുക്കൊന്ന് സൂചിപ്പിക്കാം. 11ാമത്തെ ആൽക്കെയിൻ 12 വരെ പഠിച്ചു വയ്ക്കാം. നമുക്കൊരു 12 വരെ പഠിച്ചു വയ്ക്കാം. 11ാമത്തെ ആൽക്കെയിൻ അൻഡെക്കെയിനാണ്. അൻഡെക്കെയിനാണ്. അതിൻ്റെ ഫോർമുല എന്താ വരിക? C11 അല്ലേ. അപ്പോൾ H എത്ര എണ്ണം വരും? H 2n+2, അപ്പോൾ 24 എന്ന് വരും. 24. അപ്പോൾ C11. അപ്പോൾ 11 നമുക്ക് താഴെ എഴുതണം. C11. H എത്ര എണ്ണമാണ്? 24. ഓക്കെ, ഇതാണ് അൻഡെക്കെയിൻ. 11ാമത്തെ ആൽക്കെയിൻ. ഇനി 12ാമത്തെ ആൽക്കെയിൻ ഡൂഡെക്കെയിൻ. 12ാമത്തെ ആൽക്കെയിൻ ഡൂഡെക്കെയിനാണ്. പിന്നെ 13ഉം 14ഒക്കെ ഉണ്ട്. അതൊക്കെ മറ്റൊരു അവസരത്തിൽ പറയാം. C12. H എത്ര വരും? 26. ഓക്കെ, അപ്പോൾ അൻഡെക്കെയിൻ, ഡൂഡെക്കെയിൻ. 11ാമത്തെ ആൽക്കെയിൻ അൻഡെക്കെയിനാണ്. 12ാമത്തെ ആൽക്കെയിൻ ഡൂഡെക്കെയിനാണ്. പിന്നെ ട്രൈഡെക്കെയിൻ, ടെട്രാഡെക്കെയിൻ, പെൻറ്റാഡെക്കെയിൻ എന്നൊക്കെ പറഞ്ഞ് ഉണ്ട്. നമ്മളൊരു 12 വരെ നോക്കി വെച്ചാൽ മതി. അപ്പോൾ ആൽക്കെയിൻസിൻ്റെ പേരൊക്കെ ഒന്ന് പരിചയപ്പെടുക. അതിൻ്റെ ഗ്രാഫിക് ഫോർമുല ഒന്ന് എഴുതാൻ പഠിക്കുക. ഇങ്ങനെ കണ്ടൻസ്ഡ് ഫോർമുല ഒന്ന് എഴുതാൻ പഠിക്കണം. അങ്ങനെ ഈ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ആൽക്കെയിൻസിനെ നമ്മളൊന്ന് പരിചയപ്പെട്ടു. ഇങ്ങനെ കുറച്ച് ക്ലാസ്സുകൾ ഇതിന് വേണ്ടി വരും. കാരണം നോമൻക്ലേച്ചർ അത്ര ഈസി അല്ല. അതുകൊണ്ട് ഈ പറയുന്ന ചെറിയ കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് നോക്കി വയ്ക്കും. ഓക്കെ, ബൈ.